എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലുകറി ആയിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു എല്ലുകറി തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇച്ചിരി എല്ലുകറി വെക്കാവേ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുക്കറിനകത്ത് നല്ല സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെയാണ് നല്ലൊരു അടിപൊളി ഒരു എല്ലുകറി വെക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ ഇത് ഞാൻ അതിന് 1 കിലോ എല്ല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല എല്ലാണ്, ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കത് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണാവേ. അപ്പോൾ നമ്മൾ കുക്കറിനകത്താണ് എല്ലുകറി വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലപോലെ നമ്മുടെ എല്ലെല്ലാം കഴുകി പിഴിഞ്ഞ് നമ്മൾ കുക്കറിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് സവോളയും ഒരു 10 ചെറിയുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞത് നമ്മുടെ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുത്തു. ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിനകത്ത് ചെയ്യുന്ന നമ്മുടെ പൊടി ഐറ്റംസ് ഒന്നും നമ്മൾ വറുത്തിട്ടല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെല്ലാം പച്ചയ്ക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടി, ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇച്ചിരി കളറൊക്കെ കിട്ടാനും ഒന്ന് കുറുകാനും വേണ്ടിയിട്ട്, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് നമ്മുടെ ഗരം മസാല നമ്മൾ തന്നെ പൊടിച്ചത്, പിന്നെ നമ്മൾ തന്നെ ഇവിടെ പൊടിച്ചത് നമ്മുടെ ഇറച്ചി മസാലക്കൂട്ട് ഒരു 1.5 സ്പൂണ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമ്മൾ ആ വെള്ളമൊന്നും ഒഴിക്കരുത്. ആ എല്ല് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അതിനകത്ത് ആ മസാലയായ ഉപ്പും വെളിച്ചെണ്ണ എല്ലാം കൂടെ പിടിക്കാനായിട്ട്. നല്ല നെയ്യുള്ള ഇറച്ചിയാണ് ഇച്ചിരി ടേസ്റ്റ് ആട്ടോ എല്ല്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്ത്, നമുക്ക് ചാറൊക്കെ എമ്പിടി വേണം. ഇനിയിപ്പോൾ നമ്മൾ വല്ല കപ്പയ്ക്കൊക്കെ കൂട്ടാനാണെങ്കിൽ നമുക്ക് ചാറ് വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കണം. ഞാൻ എന്നും ഈ എല്ലുകറി ഈ കുക്കറിനകത്ത് വെക്കുമ്പോൾ ഞാനൊരു 8 വിസിലാണ് അടുപ്പിക്കുന്നത്. ഒരു 2 എണ്ണം ഹൈ ഫ്ലെയിമിൽ അടുപ്പിക്കും, ബാക്കി ഞാനൊരു 6 എണ്ണം സിമ്മേ വെച്ചേച്ചും അടുപ്പിക്കും. അപ്പോഴത്തേക്ക് നല്ല വെന്ത് നല്ല ആ എല്ലേന്നൊക്കെയുള്ള ഇറച്ചി നന്നായിട്ട് ഊരിപ്പോകും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുമേ. നമ്മൾ പൊടി ഐറ്റംസ് വറുത്തിട്ടില്ലെന്നോർത്ത് ഒരു പച്ചക്കുത്തലും ഉണ്ടാകുകയില്ല. നമ്മളിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഈ ചൂടാക്കുന്നേക്കാളും എനിക്ക് തോന്നുന്ന ഒരു നല്ല ടേസ്റ്റ്, ഒരു ഫ്ലേവറും ഒക്കെ ഇങ്ങനെ പച്ചക്കിട്ട് വെക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ഇനി ഏതായാലും നമുക്ക് നമ്മുടെ എല്ലിനെ അടുപ്പിലേക്ക് വെക്കാവേ. ഇനിയിപ്പോൾ ഒരു 8 വിസിൽ നമുക്ക് അടിച്ചെടുക്കണം. പിന്നെ എല്ലും മൂത്തതാണെങ്കിൽ ഇനിയിപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ ഞുറുക്കുമ്പോഴൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു വിസിലൂടെയൊക്കെ ഒന്ന് കൂട്ടി അടുപ്പിച്ചാൽ മതി. അങ്ങനെ ഇതേ അവിടെ ഇരുന്ന് നമ്മുടെ കുക്കറിനകത്ത് 8 വിസിലൊക്കെ അടിച്ച് നമ്മുടെ എല്ലുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി പ്രത്യേകിച്ച് അതിനകത്തൊന്നും നമുക്ക് ചേർക്കേണ്ടതില്ല. നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല അടിപൊളി എല്ലുകറിയാണ്. കണ്ടോ, സൂപ്പർ എല്ലുകറിയാണ്. അപ്പം ഇങ്ങനെ കുക്കറിനകത്ത് എല്ലുകറി ഇങ്ങനെ പച്ചക്കിട്ട് വെക്കാത്ത പൊടി ഐറ്റംസൊക്കെ പച്ചക്കിട്ട് വെക്കാത്തവരൊക്കെ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. അത് പെട്ടെന്നൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.